ഓഹോ, അപ്പൊ ഇതാണല്ലേ നിന്റെ ലക്കി കുപ്പൺ താമസിക്കുന്ന മാളം. ചെന്ന് മകടി ഊതി ഇറക്കി കൊണ്ടുപോവാ. ആരോടത്? പെൺകുട്ടികൾ മാത്രം താമസിക്കുന്നത് പുരുഷന്മാർക്ക് എന്താ കാര്യം? താൻ പുരുഷനല്ലേ? ഞാൻ വാച്ച്മാൻ. ഓഹോ, മാനാണല്ലേ? ഞാൻ വിചാരിച്ചു മയിലാണെന്ന്. ചില ചേട്ടന്മാരെന്നെ സ്നേഹം കുടുംബം മയിലേ എന്ന് വിളിക്കാ. മയിലേന്ന് അല്ലേ? മയിലേ മയിലല്ല, മാനേ. ഇവൻ ഇവിടെ ആരെയോ കാണണോന്ന്. ഓ, അതവിടെ ഇരുന്നോട്ടെ. തനിക്കിവിടെ ആരെയോ കാണണ്ടേ? പിന്നെ പേര് മറന്നു പോയല്ലോ. എന്താ അവളുടെ പേര്? അതെങ്ങനെ എനിക്കറിയാം? രമണി, സരള, സരസു. രമണി സരളൊന്നുമല്ല. അപ്പൊ എന്റെ കയ്യിലെ സ്റ്റോക്ക് തീർന്നു. രമണിക്ക് എന്താണ് കുഴപ്പം? എനിക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. ഒന്ന് പോടോടുന്നു. അതെ, ഇവിടുത്തെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയുടെ പേരെന്താ? ഇവിടെ എല്ലാം സുന്ദരിമാരാ, ഞാനടക്കം. കൊതിയൻ. അതകിലേ കുട്ടിയെ തന്നെയാ കാണേണ്ടത്. താനും കൂടെ പോന്നെ, താനിവിടെ നിന്നിട്ടാ മതി. മാരീഡാണോ? അല്ല, ഞാനിപ്പൊ വരാം. വരണം. വരാടി. എന്നെ ഓർമ്മയില്ലേ? ലക്കി കൂപ്പൺ. പിന്നെ ഓർക്കാതെ എന്താ ഇവിടെ? ഹായ് അഖില, ഞാൻ ലാൽ, ജീവൻ ലാൽ, ഇവന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. കുട്ടിയെ കുറിച്ച് എന്നോട് ഇവൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണോ അതോ ജോലി ചെയ്യാണോ? എവിടെയാ വീട്? വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ മാരീഡാണോ? അമ്മ മാരീഡല്ല. അപ്പൊ ലവ് മാരേജ് ആണല്ലേ? ഈ കുട്ടിയുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ അച്ഛനും അമ്മ ലവ് മാരേജ് ആയിരിക്കുന്നത്. അല്ല, ഞാൻ ഈ കർച്ചീഫ് തരാൻ വന്നതാ. കളഞ്ഞിട്ടില്ല, കയ്യിലുണ്ട്. അല്ല, ഈ കർച്ചിപ്പ് കളയാതെ സൂക്ഷിക്കണമെന്ന് ഞാൻ പറയുക. അല്ല, അന്ന് ബസ് കയറുമ്പോ അഖില അറിയാതെ ഇത് നിലത്ത് വീണു. ഞാൻ എടുക്കുമ്പോഴേക്കും ബസ് വിട്ടു. സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. താങ്ക് യു. എന്നാലും ഇതിനു വേണ്ടി മെനക്കെട്ട്. ഓക്കേ, എന്ന് വരട്ടെ. ബൈ ബൈ. അല്ല അഖില, കിച്ചു, അഖില എന്താ? കർച്ചീഫ് തിരിച്ചു തന്നതിന് താങ്ക്സ് മാത്രമേ ഉള്ളൂ. പിന്നെന്താ വേണ്ടത്? പറയട്ടെ. കമോൺ. ഫ്രണ്ട്ഷിപ്പ്, ജസ്റ്റ് an outing, അത്രേ ഉള്ളൂ. ഓക്കേ, ഡൺ. താങ്ക് യു സോ മച്ച്. ഓക്കെ ആയോ? പകുതി ഓക്കെ. അപ്പൊ ബാക്കി പകുതി എനിക്ക് പണി കൂടി. എന്റെ ലൂട്ടി കഴിഞ്ഞു. ഓടി വന്നിച്ചി. വെറുതെ കൊതിപ്പിച്ചു. എന്താ പറഞ്ഞാ മനസ്സിലാവാത്തത്? മനുസാറിന് വേണ്ടി എത്ര പെൺപിള്ളേരുടെ പുറകെ ഞാൻ പോയിട്ടുണ്ട്, എത്ര പേരുടെ തെറി കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ മനുസാറിന്റെ താല്പര്യത്തിന് ഞാൻ കൂട്ടി നിന്നിട്ടുള്ളൂ. പക്ഷെ ആദ്യമായിട്ടാ എനിക്കൊരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയത്. ഇപ്പൊ അതും. എടാ മോനെ, നിന്റെ ജീവിത ലക്ഷ്യം എന്താ? സ്വന്തമായൊരു കമ്പനി, സന്തോഷകരമായൊരു ജീവിതം. ഇതൊക്കെ ആര് വിചാരിച്ചാ നടക്കുക? ഈ മുതലാളി ആണല്ലോ. തറവാട് കൈവിട്ടു പോകാതിരിക്കാൻ മാസാമാസം ഗംഗാധര മുതലാളിക്ക് പലിശ അയക്കുന്നില്ലേ? എവിടെന്നാ പണം? ഈ മുതലാളിയുടെ പോക്കറ്റിൽ നിന്ന്. മനുസാറ് സന്തോഷിക്കുന്നിടത്ത് നിന്റെ ജീവിതം രക്ഷപ്പെടുകയാണ്. അത് നീ മറക്കണ്ട. അതൊക്കെ ശരിയാ. എന്നാലും കുന്നാലും ഒന്നുമില്ല. തൽക്കാലം ഇങ്ങനെ ഒരു പെണ്ണിനെ കണ്ടിട്ടില്ല എന്ന് വിചാരിക്കും. ഇനി അവൾക്ക് നിന്നോട് വല്ലതുണ്ട്? അതുമില്ല. അവള് കോടീശ്വരനെ കെട്ടാൻ നടക്കാന്ന് നീയല്ലേ പറഞ്ഞത്? എടാ കിച്ചു, സ്വപ്നങ്ങൾ നെയ്തുകൂട്ടാൻ മാത്രമേ നമുക്കൊക്കെ കഴിയൂ. അത് പ്രാവർത്തികമാക്കാൻ സമ്പത്ത് വേണം. എനിക്കോ നിനക്കോ അതില്ല. അതൊക്കെ അറിയിക്കുന്നവർക്ക് വിട്ടുകൊടുക്ക്. മുതലാളിയോട് കൂറുള്ള ഒരു തൊഴിലാളിയായി ജീവിക്കും. ഇനി ഒന്നും ആലോചിക്കണ്ട. ഐമാറ്റിലെ പുതിയ മോഡലായി അവളെ നിയമിച്ച കാര്യം നീ എന്ന് അറിയിക്കേ. വാട ചക്കരെ. മിസ് അഖില, ഡയലോഗ് ഓക്കെ ആണ്? ഷോട്ട് റെഡിയാണ്. കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു. ഓക്കെ, മാർക്ക് ചെയ്തിട്ടുണ്ട്. ശരി സാർ. കണ്ണ, ഈ ആംഗിൾ ഫിക്സ് ചെയ്തു. ഓക്കെ. അതെ, ഏത് ആംഗിളാ ഫിക്സ് ചെയ്തിരിക്കുന്നത്? ഇതാണോ ഇതാണോ? എന്തിനാ? കോസ്റ്റ്യൂം കൊടുക്കാനാ. ആംഗിളൊക്കെ ഞാൻ ഫിക്സ് ചെയ്തോളാം. താൻ പോയി കോസ്റ്റ്യൂം കൊടുക്കും. ചേടാ, ആംഗിൾ അനുസരിച്ചല്ലേ കോസ്റ്റ്യൂം കൊടുക്കാൻ പറ്റുള്ളൂ. സോറി മാഡം, ഞാൻ അല്പം തിരക്കിലായി പോയി. എല്ലായിടത്തും എന്റെ ഈ രണ്ട് കണ്ണുകൾ തന്നെ എത്തണം. കോസ്റ്റ്യൂം സെക്ഷൻ, ക്യാമറ സെക്ഷൻ, ലൈറ്റിംഗ് സെക്ഷൻ. ചുരുക്കി പറഞ്ഞ ഞാൻ ഇവിടുത്തെ ഒരു ഓൾറൗണ്ടറാ. ഇതാ മാഡത്തിന്റെ കോസ്റ്റ്യൂം. കോസ്റ്റ്യൂം അളവ് കറക്റ്റാ. ഇതിന്റെ ബാക്കി എവിടെ? ബാക്കിയാ? ഇല്ല, ഇത്രേ ഉള്ളൂ. അറേബ്യൻ ജ്വല്ലറിയുടെ ആഡ് എന്നല്ലേ പറഞ്ഞത്? അതെ, ആധുനിക നാരിയുടെ ആധുനിക സ്വർണ്ണ സങ്കല്പം. നോൺസെൻസ്. ഇത്തരം ഡ്രസ്സുകളൊന്നും ഞാൻ ധരിക്കില്ല. ധരിക്കില്ലേ? ഇതെന്ത് കൂത്താ? പിന്നെ ആര് ധരിക്കും? ഞാനാ? ലുക്ക്, അതൊന്നും എനിക്കറിയണ്ട. പക്ഷെ ഞാനിത് ധരിക്കില്ല. ഇങ്ങോട്ട് നോക്കിയേ. കുട്ടി ഇത് ധരിച്ചില്ലെങ്കിൽ മുതലാളിയുടെ പണി കിട്ടുന്നത് എനിക്കായിരിക്കും. ഇല്ലെന്ന് പറഞ്ഞില്ലേ? പോയി ഡയറക്ടറോട് പറ. അതെ, പണത്തിന്റെ പ്രശ്നമാണെങ്കിൽ മുതലാളിയോട് പറഞ്ഞ് ശരിയാക്കാം. തുണി കുറയും തോറും മണി കൂടും. എന്താണ് ഇവിടെ? സാർ, ഈ കുട്ടി ഈ കോസ്റ്റ്യൂം ധരിക്കുന്നില്ല. കാര്യകാരണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും ധരിക്കുന്നില്ല. സാർ ഒന്ന് ധരിപ്പിക്കേ. എന്താ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? സ്ത്രീ ഒരു പ്രദർശന വസ്തുവാണെന്നോ, എന്ത് കൂത്താട്ടത്തിന് നിന്ന് തരണമെന്നോ? സ്ത്രീയെ ആദരിക്കാൻ അറിയാത്തവർ ഈ കമ്പനിയിൽ ജോലി ചെയ്യേണ്ടെന്ന് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്താണോ ഇത്? ഇതാണോ ഈ കുട്ടി ധരിക്കേണ്ടത്? ഇവിടെ ഷൂട്ട് ചെയ്യുന്ന ആഡ് ഫിലിമാണ്, ബ്ലൂ ഫിലിം അല്ല. ഓ, സോറി മിസ് അഖില.
കൊണ്ടുപോടോ. കോസ്റ്റ്യൂമിനല്ലല്ലോ സാർ പ്രാധാന്യം, സ്വർണ്ണാഭരണങ്ങളാൽ പൊതിഞ്ഞ ഈ സുന്ദര മേനിക്കല്ലേ. കോൺസെപ്റ്റ് വേണേ മാറ്റാം, പക്ഷെ സ്ത്രീയുടെ മനസ്സ്, സംസ്കാരം ഇത് മാറ്റാനാവില്ല. മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല. എന്താണോ ഇത്? പള്ളിയിലച്ഛന്റെ ലോഹയം. സ്ത്രീ ശരീരം മൂടിക്കെട്ടി വെക്കാനുള്ളതല്ല. അതിന്റെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ അല്പം കലാബോധം വേണം. ആഡ് ഫിലിമാണ് ഇവിടെ ഷൂട്ട് ചെയ്യുന്നത്, അല്ലാതെ കഥകളിയോ ഓട്ടംതുള്ളലോ ഒന്നുമല്ല. പോയി വല്ല ബിക്കിനിയോ മിനിസ്കർട്ടോ എടുത്തോണ്ട് വാടോ. ബി സെക്സി മാൻ, ഐ സേ ബി സെക്സി. എന്താണോ വായും പൊളിച്ചിരിക്കുന്നത്? ഇനിയെങ്കിലും സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണം. ഇന്നിന് ഷൂട്ടിംഗ് മതി. പാക്കപ്പ്. പോടോ. സോറി മിസ് അഖില, ഈ മൂഡിൽ ഇന്നിനി ഷൂട്ടിംഗ് വേണ്ട. ഞാൻ കാരണമാ ഇതൊക്കെ സംഭവിച്ചത്. സാറിന്റെ മൂഡ് കളഞ്ഞതിന് ഞാനാ സോറി പറയേണ്ടത്. സാറല്ല, മനു. അങ്ങനെ വിളിച്ചാൽ മതി. നമുക്ക് ഷൂട്ടിംഗ് നാളെ ആക്കിയാലോ? നല്ല മൂഡിൽ. നാളെ നാളെ എനിക്കൊരു എൻഗേജ്മെന്റ് ഉണ്ട്. എന്താ? പേഴ്സണലാ. എന്നാൽ അഖിലേക്ക് ഒഴിവുള്ളത് എപ്പോഴാണോ അപ്പോൾ. ഓക്കെ. താങ്ക് യു സാർ. സാറല്ല, മനു. താങ്ക് യു മനു. ഞാൻ വരട്ടെ. അഖില, തന്റെ ഈ ചിരിയുണ്ടല്ലോ, അതാ ക്യാച്ചിങ്. ചിരിക്കുമ്പോ അഖില കൂടുതൽ സുന്ദരിയാവുന്നു. താങ്ക് യു മനു. വെൽക്കം. ഗംഭീരമായിരിക്കുന്നു പെർഫോമൻസ്. എക്സലന്റ്. അതൊക്കെ ശരി, പക്ഷെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്താ? നാളെ എന്താണ് അവൾക്കൊരു പേഴ്സണൽ കാര്യം? വേറെ വല്ലവരുമായി? അതൊന്നുമല്ല സാർ. ആ കുട്ടിയുടെ ബയോഡേറ്റ കണ്ടു. കണ്ടു. നാളെ അവളുടെ ബർത്ത്ഡേയാ. ഓ, അത്രേ ഉള്ളൂ. ആ ടെൻഷൻ അങ്ങ് മാറി. സാർ, ഈ ബർത്ത്ഡേ പിടിച്ച് നമുക്കൊരു ചീട്ടിറക്കിയാലോ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? സാറേ, അഖില സാറിന്റെ മനസ്സിൽ കയറിയെങ്കിലും അഖിലയുടെ മനസ്സിൽ സാറ് കയറണ്ടേ? അതിനൊരു പദ്ധതി ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ഇത്തിരി പണച്ചെലവുള്ള കാര്യമാണ്, പക്ഷെ പണം സാറിനൊരു പ്രശ്നമല്ലല്ലോ. അതുകൊണ്ട് ആദ്യം പണം തരൂ, എന്നിട്ട് ഞാൻ പ്ലാൻ പറയാം. നടക്കൂ? നടന്നിരിക്കും. എന്തിനാ ഈ പിശുക്ക്? അഖില സാറിന്റേതായ പോരെ. കിച്ചു, ഐമാറ്റ് അഡ്വർടൈസിംഗ് കമ്പനിയുടെ അസറ്റാണാ നീ. അസറ്റ്. താങ്ക്സ്. കനകത്തിന് കവിത നിറയും കലവറ, ചുങ്കത്ത് പ്രിൻസ് ജ്വല്ലേഴ്സ്. ഹായ് കിച്ചു. ഹായ്. നിക്കുന്നേ, എങ്ങോട്ട് വലിയ തിരക്കില്ല. അല്ല, ഒരു അല്പം തിരക്കുണ്ടതാ. നിക്കുന്നേ. എന്താ ഭാര്യയോട് പിടക്കാണോ? അത് കൊള്ളാം. ഡൽഹിന്ന് ഫാക്സ് വന്നിട്ടുണ്ട്. 7 സീസിന്റെ കോൺട്രാക്ട് കൺഫേം ആക്കിന്ന്. അതൊന്നും പറഞ്ഞ പറ്റില്ല. എങ്ങനെയാലും അത് ശരിയാണ്. സാറ് വേറെ എവിടെയോ ആണല്ലോ. വർമാജി, പണവും നേരവും പാഴാവുന്നതല്ലാതെ ഒരിക്കലും ഇവളൊന്ന് പിടിതരുന്നില്ലല്ലോ. അത് ആ പെങ്കൊച്ചിന്റെ കുഴപ്പം കൊണ്ടൊന്നല്ല. പിന്നെ അന്നപൂർണേശ്വരി ശാപം കിട്ടിയ ഒരു മുനിയുടെ കഥയുണ്ട്. ഇഷ്ടഭക്ഷണങ്ങളെല്ലാം മുന്നിലെത്തും, പക്ഷെ ഭക്ഷിക്കാനുള്ള യോഗമില്ല. ഇങ്ങനെ തൊടാതെ ഇങ്ങനെ തൊട്ടാ മതി. കാര്യം പറ. എന്നാ അങ്ങനെ തൊടാം. രാവിലെ ഷൂട്ടിങ്ങിനായി കൊച്ചിങ് വരും. അപ്പൊ സാറ് തിരക്കില്. സാറ് ഫ്രീ ആവുമ്പോ കൊച്ചു ഹോസ്റ്റലിലെത്തും. പിന്നെങ്ങനെ? തെളിച്ചു പറ. ഞാനൊരു പ്ലാൻ പറയട്ടെ. ഒരു ഔട്ട്ഡോർ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തൂടെ? ഇതിന്റെ ബാക്കി വല്ല ഊട്ടിയിലോ ബാംഗ്ലൂരിലോ പോണ്ടിച്ചേരിയിലോ മറ്റോ. അതാവുമ്പോ പെങ്കൊച്ചി 24 മണിക്കൂറും സാറിന്റെ കയ്യിൽ തന്നെ ഇരിക്കും. വർമാജി, ഓ, താങ്ക് യു വെരി മച്ച്. ഗ്രേറ്റ് ഐഡിയ. അഖില, താൻ വളരെ ലക്കിയാണല്ലോ. എന്താ മനു? അഖില ചെയ്ത ആദ്യത്തെ ആഡ് തന്നെ നോർത്ത് ഇന്ത്യയിൽ ക്ലിക്കായി. പ്രഷസ് കണ്ടപ്പോഴേ കമ്പനി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇപ്പതാ പുതിയ ഓഫർ. പക്ഷെ ഇത്തവണ ഫ്ലോറിലായിരിക്കില്ല, ഔട്ട്ഡോറാ. പോണ്ടിച്ചേരിയാ കമ്പനിക്ക് താല്പര്യം. ഞാൻ ഓക്കെ പറഞ്ഞു. നാളെ തന്നെ പുറപ്പെടണം. അല്ല, ഇത്ര പെട്ടെന്ന് പോണോന്ന് പറഞ്ഞാല് പിന്നെ ഞാനും അത് ചോദിച്ചു. പക്ഷെ ഇമ്മീഡിയറ്റ് റിലീസ് വേണമെന്നാണ് കമ്പനി പറയുന്നത്. അല്ല, എന്നാലും ഇയാളെല്ലാം പോയി അറേഞ്ച് ചെയ്തേ. പോയെ. രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല്. അതുപോലെ ആയിപ്പല്ലേ? മനസ്സിലായില്ല. ഒഴിവ് കിട്ടുമ്പോ അഖിലയും കൂട്ടി ഒരു ട്രിപ്പ് അടിക്കാമെന്ന് 2-3 ദിവസമായി ഞാനും ആലോചിക്കായിരുന്നു. അഖിലയ്ക്കും ഒരു ചേഞ്ച് ആവുമല്ലോ. ദാ ഇപ്പൊ അതും ഒത്തു. മനസ്സിലായില്ലേ? അതായത് ട്യൂബ്ലൈറ്റ് ആണ്, ട്യൂബ്ലൈറ്റ്. നിനക്കിത് എന്തിന്റെ സൂക്കേടാക്കിച്ചു? എടാ, കനകമൂലവും കാമിനി മൂലവുമാണ് മനുഷ്യന്റെ സമനില തെറ്റുന്നെന്ന് പറയുന്നതിന്റെ ലേറ്റസ്റ്റ് തെളിവാണ് നീ. അവളുടെ പാട്ടിന് വിട്ടങ്ങനെ എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞു. ദേ അങ്ങോട്ട് നോക്കിയേ, അത് കണ്ട. ഇപ്പൊ മനസ്സിലായില്ലേ? ആ സന്തോഷം നിനക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ട്? നിന്റെ കയ്യിൽ പണമില്ല. അവക്ക് വേണ്ടത് പ്രേമമല്ല, പണമാണ്. അതിന്റെ തെളിവാണ് ആ കാണുന്ന ചിരി. എടാ, നിനക്കറിയില്ല എന്തിനാ പെട്ടെന്ന് ഇങ്ങനെ ഒരു പോണ്ടിച്ചേരി ട്രിപ്പ് പ്ലാൻ ചെയ്തത്? എടാ, കുമ്പളം നടന്നത് കുരുവെടുക്കാനല്ലോ. പക്ഷെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊക്കെ വെറും കോമാളികളാ, സർക്കസ് കൂടാരത്തിലെ ജോക്കർ. എടാ,
പൂജ്യത്തിന് സ്വന്തമായിട്ട് വിലയില്ല. അത് 1-നോടോ 10-നോടോ 100-നോടോ ചേരുമ്പോ അത് 10ആയും 100ആയും 1000ആയിട്ടൊക്കെ മാറും. അതുപോലെ നമ്മളൊക്കെ വെറും വട്ട പൂജ്യം, വെറും വട്ട പൂജ്യം. അവന്മാര് പറയുന്നൊന്നും കാര്യമാക്കണ്ട. ഇനി 2 ദിവസത്തെ ഷൂട്ടിംഗ് അല്ലേ ഉള്ളൂ റജി. ഫിഷ് ഫ്രൈ ഒന്നും കൊടുക്കണ്ട, ഫിഷ് കറി കൊടുത്താൽ മതി. എടാ ജീവ, എന്താ നീ അറിഞ്ഞ എന്ത്? ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനായിട്ട് മനസ്സാറ് പോണ്ടിച്ചേരിക്ക് പോണു. അതെ, പോണ്ടിച്ചേരിക്ക് പോകുന്നു. ഒപ്പം കുറെ മോഡൽസ് ഉണ്ട്. ഇതും പറഞ്ഞതല്ലേ, നിനക്കെന്താ വട്ടായ? പക്ഷെ രഞ്ജു ചേച്ചി പോകുന്നില്ല. എടാ, ഇതിന്റെ ഇടയിൽ രഞ്ജി ചേച്ചി എങ്ങനെ വന്നു? എടാ മണ്ട, ബാല് പുറകിലുണ്ട്. ആക്ട് ചെയ്യ്. ഓ, രഞ്ജു ചേച്ചി. ആ. ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനായി മനസ്സാറ് നാളെ പോണ്ടിച്ചേരി പോകുന്നു. ഒപ്പം കുറെ മോഡൽസും. അതിനിടെ രഞ്ജു ചേച്ചി എന്തിനാ? എടാ ജീവ, എന്നാലും മനസ്സാറ് മോഡൽസ് മാത്രം രഞ്ജു ചേച്ചി എങ്ങനെ പറഞ്ഞു? അതൊക്കെ മനസ്സാന്റെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. ആ ട്രിക്ക് രഞ്ജു ചേച്ചി അറിയാതിരിക്കുന്നല്ലേ നല്ലത്. പോണ്ടിച്ചേരിയിലോ കോയമ്പത്തൂരിലോ എവിടെയാണെങ്കിലും പോട്ടെ. കോയമ്പത്തൂരല്ല, പോണ്ടിച്ചേരി. പോണ്ടിച്ചേരി എന്ന് പറയുമ്പോ പോണ്ടിച്ചേരിയിലേക്ക് പോകുമ്പോ പോണ്ടിച്ചേരി അയാൾ പോയി. പോട്ടെ. കേട്ട് കാണൂല്ലേ? കേട്ട് കാണും. അപ്പൊ ഇനി കഥ മാറും, ക്ലൈമാക്സും മാറും. നീ എന്താടാ എന്നെ വിളിച്ചത്? ജോക്കർ അല്ലേ? ഇപ്പൊ മനസ്സിലായോ ഈ ജോക്കർ വിചാരിച്ചാൽ കളി കൊഴുപ്പിക്കാനും കുഴപ്പിക്കാനും പറ്റുമെന്ന്? സമ്മതിച്ചിരിക്കുന്നു. അപ്പൊ മനസ്സാറിന്റെ പോണ്ടിച്ചേരി പദ്ധതി എന്താടാ? ഒരു സ്വപ്നം കണ്ടതാ. എടാ, ഇത് പോണ്ടിച്ചേരിയാണ്. ടെൻഷനൊക്കെ മാറ്റി വെച്ച് ഒന്ന് ഉല്ലസിക്കാനാണ് നമ്മൾ ഇവിടെ വന്നത്. അതിന്റെ ഇടയിലെ നട്ടുച്ചക്കൊരു സ്വപ്നം കാണല്. ഞാനും കണ്ടു സുന്ദരമായ ഒരു സ്വപ്നം. പോണ്ടിച്ചേരി ബീച്ചിലെ അഗാധമായ കടൽപ്പരപ്പിൽ ഒരു സ്വർണ്ണ നൗകയിൽ ഞാനും ഒരു ഫ്രഞ്ച് മദാമ്മയും മാത്രം. നൗക അകലങ്ങളിലേക്ക് ആടി ഉലഞ്ഞ് നീങ്ങും തോറും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞങ്ങൾ അടുക്കുകയായിരുന്നു. ഒടുവിൽ അതൊരു ചുംബനത്തിന്റെ വക്കോളം എത്തിയപ്പോ പണ്ടാരടങ്ങാനായിട്ട് നിന്റെ ഒടുക്കത്തെ ദുസ്വപ്നം. കിടന്നു ഉറങ്ങടാ. ഞാൻ ബാക്കി കാണട്ടെ. പകൽക്കിനാവ് ഫലിക്കുമെന്ന. എടാ മനസ്സാറും അഖിലേ എത്തിയോ? എപ്പോഴേ എത്തി. മുറി കയറി കഥ കൂടച്ച്. ഒരു മുറിയിലോ? 2 മുറിയില്. അത് പുറത്തുനിന്ന് നോക്കിയാല്. അകത്താണെങ്കിലോ രാത്രി കൂടുവിട്ട് കൂടുമാറാൻ ഇടയ്ക്കൊരു മരവാതിൽ മാത്രം. മരവാതിലോ എന്ന് വെച്ചാ? ആശാരിമാര് മരം കൊണ്ട് പണിയുന്ന വാതിലാണ് മരവാതിൽ എന്ന് പറയുന്നത്. എടാ, മനസ്സാറിന് അകലെ കാണാൻ പുറത്തിറങ്ങണ്ട. അകത്തൂടി തന്നെ ഒരു പൊനാങ്കി വാതിലുണ്ടെന്ന് അർത്ഥം. അല്ല, ഈ വാതിലില്ലാത്ത ഞാൻ ആ സ്വപ്നം ഒന്ന് ഫിനിഷ് ചെയ്തോട്ടെ പ്ലീസ്. ആരാ? ഈ വാതിലിൽ വേറെ ആരും മുട്ടാൻ? ഞാൻ തന്നെയാ മനു. വാതിൽ തുറക്ക. എന്തിനാ? ഇതെന്ത് ചോദ്യം? നമുക്കിടയിൽ എന്തിനാ ഒരു മറ? നമുക്കെന്തായാലും സംസാരിച്ചിരിക്കാം. തുറക്ക്. എനിക്ക് ഉറക്കം വരുന്നു മനു. ഞാൻ കിടന്നു കഴിഞ്ഞതാ. നമുക്ക് നാളെ സംസാരിക്കാം. അപ്പൊ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. നാളത്തെ ഷൂട്ടിങ്ങിന്റെ കാര്യം പറയാനാ. ഉറക്കമൊക്കെ ഞാൻ മാറ്റിത്തരാം. ദേ, ഞാൻ 10 വരെ എണ്ണും. അതിനു മുമ്പ് തുറന്നിരിക്കണം. ദേ, ഞാൻ എണ്ണാൻ തുടങ്ങുന്നു. 1 2 3 4 5 6 7. അതിലേ വന്ന കൊച്ചു കള്ളി. നീ ഇവിടെ? വെൽക്കം. താങ്ക് യു. ഞാൻ ഒറ്റയ്ക്കല്ല. പിന്നെ ഞാനും ഉണ്ട് അളിയാ. ആദ്യം ബാലുവേട്ടനോട് താങ്ക്സ് പറ. എന്തിന്? ഇത് ബാലുവേട്ടന്റെ ഐഡിയ അല്ലേ മനുവേട്ടൻ ഒരു സർപ്രൈസ് തരാൻ? ഓ, നിന്റെ ഐഡിയ ആയിരുന്നല്ലേ. താങ്ക്സ്. പെട്ടെന്നുള്ള പ്ലാനിങ് ആയതുകൊണ്ടല്ലേ അളിയന് രഞ്ജുവിനെ അറിയിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ച്. ഏതായാലും ഹെൽപ്പ് വളരെ നന്നായി. അപ്പൊ എല്ലാം പക്കയല്ലേ? ഇനിയിപ്പൊ നിങ്ങളായി, നിങ്ങളുടെ പാടായി. ഞാൻ എന്റെ റൂം ഒന്ന് ശരിയാക്കട്ടെ. ഹാവ് എ നൈസ് ടൈം അളിയാ. വളരെ ഹാപ്പിയാ. ഓക്കെ. ഇതുകൂടെ ഒറ്റയ്ക്ക് വെച്ച കേട്ടോ. പൂവർ അളിയൻ. നല്ല സ്ഥലം, എനിക്ക് ഇഷ്ടമായി. അതെ, നമ്മുടെ ഹണിമൂൺ ഇവിടെ വരായിരുന്നു അല്ലേ മനുവേട്ട? കറക്റ്റ്. ഞാനും അതിനെപ്പറ്റി ആലോചിച്ചു. ഒന്നും ചോദിച്ചില്ലല്ലോ. എവിടെ നമ്മുടെ ഹണിമൂൺ കപ്പിൾസ്? ആര്? കിച്ചു അഖിലേയും. ഓ, നമ്മുടെ വിച്ചുവാകിലേയും അവരവരെ മുറി കാണും. നമുക്ക് പോയി കാണാം. വേണ്ട. അതെന്താ? നീ എന്തായി പറയുന്നത്? നമ്മൾ അങ്ങോട്ട് ചെന്ന് കാണാനോ? നമ്മുടെ ശമ്പളം പറ്റുന്നവർ ഇങ്ങോട്ട് വന്നല്ലേ കാണേണ്ടത്? അതിന് ഞാൻ വന്നത് അവർ അറിഞ്ഞിരിക്കില്ലല്ലോ. രാവിലെ അറിയുമല്ലോ. അത് പോരാ, എനിക്ക് ഇപ്പൊ കാണണം. മനുവേട്ടനെ ഞെട്ടിച്ച പോലെ എനിക്ക് അവരെ ഒന്ന് ഞെട്ടിക്കണം. മനുവേട്ടനല്ലേ എപ്പോഴും പറയാറ് കിച്ചു സ്വന്തം അനിയനെ പോലെയാണെന്ന്. എന്നിട്ട് ഇപ്പൊ മാത്രം എന്താ ഒരു ശമ്പളക്കാരനായത്? അതല്ല, എന്നാൽ ഈ രാത്രി അവരെ ബുദ്ധിമുട്ടിക്കണം. അതൊന്നും സാരമില്ല. അവർക്ക് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടാവില്ല. മനുവേട്ടൻ വരണ്ട, ഞാൻ പൊയ്ക്കോളാം.
ഏതാ മുറി? അത് വേണ്ട, ഞാനിവിടെ വരാം. പക്ഷെ ഈ വേഷത്തിൽ വേണ്ട. യാത്ര ചെയ്ത് വന്നതല്ലേ, ഒന്ന് ഫ്രഷ് ആയിട്ട് ആ, വരും. അത് കറക്റ്റ്. ഞാനിപ്പോ അതല്ല ബാത്റൂം, അതാണ് ബാത്റൂം. ഇത് വേറെ മുറിയാ. മുറിയോ? ആ, കിച്ചുവിന്റെ മുറി. കിച്ചന്റെ മുറിയോ? ഇത്ര എടുത്തോ? അത് നന്നായി. 2 കപ്പിൾസ് എടുത്ത്. ഓക്കെ, ഒരു 5 മിനിറ്റ്. ഓക്കെ. എന്റെ അടിമുടി നനഞ്ഞപ്പോ നെഞ്ചിലൊരു പുല്ലേ പുല്ലേ. നീ എപ്പ ഇതിന്റെ അകത്ത് കയറി? ഞാൻ എപ്പോഴേ കയറി. ഫോൺ അടിക്കുന്നു, നീ പോയി എടുക്ക്. നീ പോയി എടുക്ക്, ഞാനൊന്നും ഇട്ടിട്ടില്ല. ഞാനും ഇട്ടിട്ടില്ലെന്ന്. അങ്ങനെ നിനക്ക് പോയി എടുത്തൂടെ? എന്നാ അവിടെ കിടന്ന് ആ, അവിടെ കിടന്നടിക്കട്ടെ. പക്ഷെ ആ അടിയുടെ താളം കേട്ടിട്ട് അഖിലയാണോന്നൊരു സംശയം. ആണോ? ഈ കഴുത എവിടെ പോയി കിടക്കും? ഹലോ, നീ അവിടെ എന്തെടുക്കുക? ചെവി കേട്ടൂടെ നിനക്ക്? അപ്പൊ മനസ്സാറായിരുന്നോ? എന്താ സാർ? നീ വേഗം അഖിലയുടെ മുറിയിലോട്ട് ചെല്ല്. എന്തിനാ സാർ? എടാ രഞ്ജു, ആ പണ്ടാരക്കാരൻ ബാലുവും കൂടെ വന്നിട്ടുണ്ട്. അവക്കിപ്പൊ നിന്നെ അഖിലെ ഒരുമിച്ച് കാണണമെന്ന്. നിന്നെ അവിടെ കണ്ടില്ലെങ്കിൽ ആ കൂടെ കുഴപ്പമാവും. പെട്ടെന്ന് കൂടെ ചെല്ല്. അല്ല സാർ, അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റിയ അവസ്ഥയിലല്ല ഞാനിപ്പോ. അതൊന്നും എനിക്ക് കേൾക്കണ്ട. ഏതവസ്ഥയിലായാലും ഇപ്പൊ ചെല്ലണം, വേഗം. ശരി സാർ. ജീവ, അവള് മുറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു അല്ലേ? അതേ പറഞ്ഞു. കൂട്ടിന് ഞാനും വേണോ? വേണോന്നോ? തീർച്ചയായും വേണം. പിന്നെ പിന്നെ പല്ല് തേക്കാൻ വേണ്ടി ഇറങ്ങി. കണ്ടാ, അണ്ടർവെയർ മാനം കാത്തത് കണ്ടാ? ഇല്ലെന്നേ, പിന്നെ വിളിച്ചിട്ടേ ഇല്ല. അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ഡോണ്ട് വറി ജോത്സ്ന. ഗുഡ് നൈറ്റ്. ഈ വേഷത്തില് അല്ലെ കുളിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് വരാൻ പറഞ്ഞു. പുറത്തു പോയില്ലെങ്കിൽ ഞാൻ ബഹളം ഉണ്ടാക്കും. പുറത്ത് പോയാൽ ബഹളമാകും. ഞാൻ മനസ്സാറിനെ വിളിക്കും കേട്ടോ. അയ്യോ, മനസ്സാറ് പറഞ്ഞിട്ടാ. മനസ്സാറ് പറഞ്ഞിട്ടോ? അതായത് രഞ്ജു ചേച്ചി വന്നിട്ടുണ്ടെന്ന് വേഗം അങ്ങോട്ട് ചെല്ലാനും മനസ്സാറ് പറഞ്ഞു. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ അങ്ങോട്ടല്ലേ ചെല്ലണ്ടേ? അയ്യോ, അങ്ങോട്ടെന്ന് പറഞ്ഞാ അങ്ങോട്ടല്ല, ഈ ഇങ്ങോട്ട്. ഇങ്ങോട്ടോ? അതായത് രഞ്ജു ചേച്ചി വന്നിട്ടുണ്ടെന്നും വേഗം അഖിലയുടെ മുറിയിലേക്കും ചെല്ലാൻ മനസ്സാറ് പറഞ്ഞു. അവരിപ്പോ നമ്മളെ കാണാൻ ഇങ്ങോട്ട് വരും. നമ്മളെ കാണാൻ അപ്പൊ ഞാൻ വേണ്ടേ? കിച്ചു, അതായത് കൗവൽ അഴിയാതെ സൂക്ഷിക്കണേ. അത് ഞാൻ നോക്കണം. അവരെത്തി. മഹാഭാഗ്യം. അല്ല, അവർ രണ്ടുപേരും പുറത്തു പോയിരിക്കായിരുന്നു. ഈവനിങ് വാക്കിന് അവർ തിരിച്ചെത്തി. സാർ, എന്തുപറ്റി? വെറുതെ കിടക്കുക. ഹായ് രഞ്ജു ചേച്ചി, സർപ്രൈസ്. ഇത് എപ്പ എത്തി? കുറച്ചു നേരമായി. മണി 8 ആയല്ലേ ഉള്ളൂ. അതിനു മുമ്പ് ഉറക്കമായോ? ഉറങ്ങേ? അത് കുറച്ച് കഴിയും. ഈ എ സിയുടെ തണുപ്പിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ നല്ല സുഖല്ലേ? അല്ലേ ഡാർലിംഗ്? ശരി, എന്നാ ഞങ്ങൾ കട്ടുറുമ്പുകളാവുന്നില്ല. എന്റെ വക ഒരു സമ്മാനം. എന്താ ചേച്ചി അത്? എഴുന്നേറ്റ് നോക്ക്. പിന്നല്ലാതെ അങ്ങനെ എഴുന്നേറ്റ് വരാൻ പറ്റിയൊരു അവസ്ഥയിലല്ല ഇപ്പൊ. അതാ. ഒരു മിനിറ്റ്. കിച്ചു, പെട്ടെന്ന് എഴുന്നേറ്റോ. എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഒഫീഷ്യൽ. ഇപ്പോഴോ? ഇമ്മീഡിയറ്റ്. എന്തൊക്കെയാ പറഞ്ഞത്? തണുപ്പത്ത് കെട്ടിപ്പിടിച്ചെടുക്ക സുഖാണത്രേ. വേറെ ഒന്നും കിട്ടിയില്ല പറയാൻ. അപ്പ വായി വന്ന് പറഞ്ഞു പോയി. മതി, അഭിനയം മതി. നിന്റെ റൂം പോ. ഓ, അത് തന്നെ അല്ലേ? ഇയാളെല്ലാം പറഞ്ഞ എനിക്ക് നാണമില്ല, ഡ്രസ് മാറാൻ. ഞാൻ മാറി, അത്ര തന്നെ. ഇനിയിപ്പോ വേണം ഊരി തരാം. എന്താ കാണിക്കുന്നത്? കഴിഞ്ഞ എന്താ കിച്ചു അത്? രഞ്ജു ചേച്ചിയുടെ ഗിഫ്റ്റാ. മെയ്ഡ് ഫോർ ഈച്ച് അതർ.